ഹായ് ഓൾ സൂപ്പർ മോംസ്, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോണേഴ്സ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശില്പ. ഞാൻ കുഞ്ഞിക്കുട്ടികളുടെ നഴ്സാണ്. ഡിഫറെൻറ്റ് കൺട്രീസിൽ 10 ഇയേഴ്സ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ യു കെയിൽ നിന്ന് കുഞ്ഞിക്കുട്ടികളുടെ സ്പെഷ്യലൈസേഷനും കംപ്ലീറ്റ് ചെയ്ത് യു കെയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾക്ക് 2.5 വയസ്സായി, ഒരാൾക്ക് 2 മാസമായി. നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണോ? ഈ പനിയും ചുമയും ജലദോഷവും ഒക്കെ വരുമ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാറുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതെന്നും എന്തൊക്കെ പ്രിക്കോഷൻസാണ് നമ്മൾ എടുക്കേണ്ടതെന്നും അതുപോലെ 1-2 സിറ്റുവേഷൻ എവിടെയാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ലാത്തതെന്നും നമുക്ക് നോക്കാം. ഈ ചെറിയ പനിയും ജലദോഷവും ഒക്കെ അമ്മമാർക്ക് വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, യാതൊരുവിധ കുഴപ്പമില്ല. അമ്മയുടെ ബോഡിയിൽ ഈ ഇൻഫെക്ഷൻസ് ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാവുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആൻറ്റിബോഡീസ് ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ശക്തി ലഭിക്കും. എന്നിരുന്നാലും ഈ ഫ്ലൂ പോലുള്ള ജലദോഷമൊക്കെ പോലെയുള്ള വൈറൽ ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാം. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്യുക. എന്നാൽ കൈകൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുഞ്ഞിനെ എടുക്കുകയും കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് മുമ്പ് മാസ്ക് വെക്കുകയും ബ്രസ്റ്റ് ഫീഡിങ്ങിന് മുമ്പ് മാത്രമല്ല, കുഞ്ഞുമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മാസ്ക് വെക്കാം. ഇൻ കേസ് ചെറിയ ജലദോഷമൊക്കെ ആണെങ്കിൽ അതൊക്കെ കൂടുതൽ വൈറൽ ലോഡ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ടയേർഡാണെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് വീട്ടിൽ ആരാണുള്ളത്, അമ്മയാണോ ഹസ്ബൻഡോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ബോട്ടിൽ കൊടുക്കാൻ പറയാം. ചില റെയർ കണ്ടീഷൻസിലൊക്കെ കൂടുതൽ ഫീവറൊക്കെ കൂടുതൽ നാൾ നിൽക്കുവാണ്, എന്നിട്ട് ഡോക്ടറെ കാണുവാണെങ്കിൽ അവരോടൊരു വാക്ക് ചോദിക്കാം. സ്പെഷ്യലി ലൈക്ക് ട്യൂബർകുലോസിസ്, TB ഒക്കെ വരുവാണെങ്കിൽ, അതുപോലെ തന്നെ സിവിയർ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ കൂടിയ ഇൻഫെക്ഷൻസൊക്കെ ആണെങ്കിൽ, ചില കേസസിൽ കോവിഡൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് മിൽക്ക് കൊടുക്കേണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ അതും റെയറാണ്. കോവിഡിൻ്റെ സമയത്ത് മിൽക്ക് കൊടുത്ത അമ്മമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ ജലദോഷം എന്നൊരു പ്രോബ്ലം അല്ല. പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ വരുവാണ്, വിട്ടുമാറാത്ത പനിയാണെങ്കിൽ ഡോക്ടറുടെ ഒരു വാക്ക് ചോദിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ന്യൂ മെഡിക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമുക്കിപ്പോൾ ഒരു പനിയൊക്കെ ആയിട്ട് പോകുമ്പോൾ പുതിയ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരോട് പറയാം, ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ ഈ മെഡിസിൻ സേഫ് ആണോ എന്നൊന്ന് ചോദിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സിവിയർ ഇൻഫെക്ഷൻസ്, അതായത് HIV, HPSAG പോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പം നമ്മൾ പേരൻസിനോട് പറയാറുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടെന്ന്. അത് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ പാസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു ചെറിയ ജലദോഷം പനിയൊക്കെ വരുമ്പോൾ സംശയിച്ച് നിൽക്കാതെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ശരിക്കും ഒരു അമേസിങ് തിങ് ആണ്. അത് കുഞ്ഞുങ്ങൾക്ക് സ്ട്രോങ് ആക്കി വെക്കാനും ഹെൽത്തി ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് യു ക്യാൻ കണ്ടിന്യൂ യുവർ ബ്രസ്റ്റ് ഫീഡിങ്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.